ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സംഭവത്തെക്കുറിച്ചാണ്. ഏകദേശം 8 വർഷക്കാലത്തോളം, അതായത് ഒരു 8-9 വയസ്സ് തുടങ്ങിയിട്ട് 16 വയസ്സ് വരെ ഒരു പെൺകുട്ടി അനുഭവിച്ച ക്രൂരത. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടോയെന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഈ പെൺകുട്ടി 4ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഈ പെൺകുട്ടിയുടെ അച്ഛൻ പുറത്തായിരുന്നു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ വീട്ടുജോലിക്കും മറ്റൊക്കെ ആയിരുന്നു പോയിരുന്നത്. അപ്പോൾ ആ കുട്ടി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഒരു വൈകുന്നേര ടൈമിലൊക്കെ ആയിരിക്കും അമ്മ അങ്ങോട്ട് തിരിച്ചു വരിക. അങ്ങനെയായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ റൊട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതായത് രാവിലെ സ്കൂളിലോട്ട് പോകും, അപ്പോൾ അമ്മ വർക്കിനൊക്കെ പോയിട്ടുണ്ടാകും. അതിനുശേഷം വൈകുന്നേരം ആ പെൺകുട്ടി തിരിച്ചു വരും, പിന്നെ കുറച്ചു നേരം കളിക്കും. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അമ്മ തിരിച്ചു വരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ പെൺകുട്ടിയുടെ ജീവിതം ആകെപ്പാടെ മാറി മറിയുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. അന്നും എല്ലാ ദിവസത്തെയും പോലെ തന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 4 മണി ടൈമിലൊക്കെയാണ് ആ പെൺകുട്ടി വീട്ടിലോട്ട് എത്തിയത്. വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടി കളിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലത്തെ ഒരു 37 വയസ്സുള്ള ഒരാൾ ആ പെൺകുട്ടിയെ വിളിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടിക്കൊന്നും അറിയില്ലായിരുന്നു. ആ പെൺകുട്ടി നേരെ അയാളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അതിനുശേഷം അയാൾ ആ പെൺകുട്ടിയെ ആളുടെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് അവിടെ ഇവിടെയൊക്കെ തൊടാനായിട്ട് തുടങ്ങി. വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ആൾ പെരുമാറിയിരുന്നത്. എന്നാൽ ഒരു 8-9 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പെൺകുട്ടിക്ക്. ആ ഒരു ടൈമിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സമയം കടന്നുപോയി. ആ പെൺകുട്ടിയുടെ അമ്മ വരുന്ന ടൈം ആയപ്പോഴത്തേനും ഈ പെൺകുട്ടിയോട് വീട്ടിലോട്ട് പൊക്കോളാനായിട്ട് ഇയാൾ പറയുകയാണ്. എന്നാൽ അതിനു മുൻപ് ഇയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഇങ്ങോട്ട് വന്നതും അതുപോലെ തന്നെ ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടന്നതും നീ നിൻ്റെ അമ്മയുടെ അടുത്തെങ്ങാനും പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്നെയും നിൻ്റെ അമ്മയെയും കൊന്നുകളയും എന്നുള്ളൊരു ഭീഷണിയായിരുന്നു അയാൾ മുഴക്കിയിട്ടുണ്ടായത്. ചെറിയ പെൺകുട്ടിയാണല്ലോ. ഇത് കേട്ടിട്ട് ആ കുട്ടി ആകെപ്പാടെ പേടിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ ഇതൊന്നും തന്നെ പുറത്തു പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. ഏകദേശം 1-2 മാസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഈ പെൺകുട്ടി ഒന്നും തന്നെ പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആൾക്ക് ഒരു ധൈര്യമാവുകയാണ്. അങ്ങനെ ഇരിക്കെ മറ്റൊരു ദിവസം ഇതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അയാൾ വീണ്ടും ആ പെൺകുട്ടിയെ വീട്ടിലോട്ട് വിളിപ്പിക്കുകയാണ്. അതിനുശേഷം ആ പെൺകുട്ടിക്ക് ജ്യൂസ്, അതേപോലെ തന്നെ കഴിക്കാൻ ഭക്ഷണം, സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നാൽ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് വേറെ രീതിയിലുള്ള ഒരു ഫീലിങ്സ് വരികയാണ്. അതായത് ഒരു ഡിസിനസ്, അതേപോലെ തന്നെ എന്താ പറയുക, എന്തൊക്കെയോ ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരികയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് കൊടുത്ത ഫുഡിലും മറ്റും അയാൾ ആഫ്രോഡിസിയാക്സ്, അതായത് സെക്ഷൽ അറോസ്മെന്റ് ഉണ്ടാകുന്ന ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് അത്തരത്തിലുള്ളൊരു ഫീലും കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ ആ ടൈമിൽ ആ പെൺകുട്ടി അയാൾ മടിയിൽ പിടിച്ചിരുത്തുകയാണ്, ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് ടച്ച് ചെയ്യുകയാണ്. എന്നാൽ ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും എതിർപ്പോ പ്രതികരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് അയാൾ മുതലെടുത്തുകൊണ്ട് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം മിക്ക ദിവസങ്ങളിലും ആ പെൺകുട്ടിയെ വിളിച്ച് ഇതേപോലെ തന്നെ എന്താ പറയുക, ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കലർത്തിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്നത് പതിവാകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഹോർമോണൽ ചേഞ്ചസ്, അതുപോലെ തന്നെ ഒരുപാടധികം പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു. പതിയെ ആ പെൺകുട്ടി അതിനോട് അഡിക്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് ആ പെൺകുട്ടി നേരെ അയാളുടെ വീട്ടിലോട്ട് പോകുന്നു, ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു, അതേപോലെ തന്നെ അയാളോടൊപ്പം സമയം ചിലവഴിക്കുന്നു, തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു പ്രായം തുടങ്ങിയിട്ടൊരു 13 വയസ്സ് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ ഒരു പ്രായം വരെ ആ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 10-13 വയസ്സൊക്കെ ആയപ്പോഴാണ് ഇയാൾ തന്നെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആ പെൺകുട്ടിക്ക് മനസ്സിലായത്. അപ്പോഴും ഭയം കൊണ്ട് ആ ഒരു പെൺകുട്ടി ഒന്നും തന്നെ പുറത്ത് പറഞ്ഞില്ല. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോന്നു. അതിൻ്റെ ഇടയിൽ അയാൾ ആ പെൺകുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുവെച്ചും ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങി. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു. ആ പെൺകുട്ടിക്ക് ഏകദേശം ഒരു 10-16 വയസ്സായി. ആ ടൈമിൽ താൻ ചെയ്യുന്നത് തെറ്റാണ്, തനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ആ ഒരു പെൺകുട്ടി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ഹെൽപ്പ് വേണമല്ലോ. അങ്ങനെയാണ് തൻ്റെ സ്വന്തം അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ പെൺകുട്ടി പറയുന്നത്. അതായത് തനിക്കൊരു 8-9 വയസ്സുള്ള ടൈം തുടങ്ങിയിട്ട് തൊട്ടപ്പുറമുള്ള വീട്ടിലെ അയാൾ ഇതേപോലെ തന്നെ എന്താ പറയുക, സെക്ഷുവലി അബ്യൂസ് ചെയ്യുകയാണെന്നും എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണമെന്നും അതേപോലെ തന്നെ എനിക്കെപ്പോഴും വേണം എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് ആ ഒരു പെൺകുട്ടി അമ്മയോട് പറയുകയായിരുന്നു. എന്നാൽ അമ്മ ആ ഒരു കാര്യം വലിയൊരു കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാസ്തവം.
അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇല്ലാത്തത് കൊണ്ട് ആ പെൺകുട്ടിക്ക് ദേഷ്യം വന്നു. നമുക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഏത് സിറ്റുവേഷനിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ളത്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി വീണ്ടും വീണ്ടും പറയുകയാണ്. എന്നാൽ അപ്പോഴും അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അപ്പോൾ അതങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തും പോകുന്നുണ്ടായിരുന്നു. അതിന് മറ്റൊരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനും ആ പെൺകുട്ടി ഹൈപ്പർ സെക്ഷുവാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സെക്സ് അഡിക്റ്റ് ആയിട്ട് മാറുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് ആ ഒരു പെൺകുട്ടി എത്തിയത്. അങ്ങനെ 2021 ആ പെൺകുട്ടിക്ക് 16 വയസ്സുള്ള ടൈമിൽ ഒരു ദിവസം പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടിയെ കാണാതാവുകയായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മ നോക്കുമ്പോൾ മകളെ കാണാനില്ല. മകളെ എല്ലായിടത്തും അന്വേഷിച്ചു, ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ നൈബേഴ്സിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ ആ പെൺകുട്ടി പോകാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലും, റിലേറ്റീവ്സിൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും അന്വേഷിക്കുകയാണ്. എന്നാൽ ആ ഒരു പെൺകുട്ടി എങ്ങോട്ട് പോയെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ക്ലൂവും ആ ഒരു അമ്മയ്ക്ക് കിട്ടിയില്ല. അങ്ങനെ ആ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയാണ്. എന്നിട്ട് മകളെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞു. പുറത്തുണ്ടായിരുന്ന ഹസ്ബൻഡ് ഈ ഒരു വിവരം അറിഞ്ഞ് നേരെ തന്നെ നാട്ടിലോട്ട് വരികയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവരുടെ മകളെ അന്വേഷിച്ചിറങ്ങാനായിട്ട് തുടങ്ങി. അവർ രണ്ടുപേരും എത്ര അന്വേഷിച്ചിട്ടും മകൾ എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് യാതൊരു ഐഡിയയും ലഭിച്ചില്ല. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് അവർ ഫയൽ ചെയ്യുന്നത്. അങ്ങനെ പോലീസുകാർ കേസ് എടുത്തു, എൻക്വയറി സ്റ്റാർട്ട് ചെയ്തു. ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ പെൺകുട്ടി കിടന്നിരുന്ന റൂമും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഒരു ഡയറി ലഭിക്കുന്നത്. ആ ഡയറിയിൽ ഏകദേശം 27 പേജിൽ തനിക്ക് 8 വയസ്സ് തുടങ്ങി 16 വയസ്സ് വരെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആ പെൺകുട്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകളെ കുറിച്ചിട്ട്. ഇത് കണ്ട് പോലീസുകാർ തന്നെ ഞെട്ടിത്തെരിച്ച് പോവുകയാണ്. തൻ്റെ അമ്മയ്ക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതും ആ ഡയറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസുകാർ അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആ ഡയറി കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നു എന്നുള്ള കാര്യം ആ ഒരു അമ്മയോട് ചോദിക്കുകയാണ്. അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അമ്മ അത് സമ്മതിക്കുകയും ചെയ്തു. തൻ്റെ മകൾ തന്നോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും, എന്നാൽ ആ നൈബറായിട്ടുള്ള മനുഷ്യൻ്റെ പേരിൽ ഓൾറെഡി കുറച്ച് കേസുകളൊക്കെ ഉണ്ട്, അയാൾക്ക് ഇത്തരത്തിലുള്ള ഗുണ്ടായിസം പരിപാടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ എന്നെയും എൻ്റെ മകളെയും കൊല്ലുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ജീവനിൽ പേടിച്ചിട്ടാണ് താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മറച്ചു വെച്ചത് എന്നുള്ളൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് ആ സ്ത്രീ പറയുകയാണ്. അപ്പോൾ പോലീസുകാരാകപ്പാടെ ചൂടായി. പിന്നെ എന്തിനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വന്നുകൂടായിരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യില്ല, ആക്ഷൻ എടുക്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചോദിക്കുകയാണ്. അതിനുശേഷം നേരെ തന്നെ അയാളുടെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അതുപോലെ തന്നെ അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അയാളുടെ ഭാര്യയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അയാളുടെ ഭാര്യയ്ക്കും ഇതറിയായിരുന്നു, അവരിതിന് കൂട്ടുനിന്നിരുന്നു എന്നുള്ളൊരു തരത്തിൽ. ആ ഒരു ടൈമിൽ അയാൾക്ക് 46 വയസ്സായിരുന്നു പ്രായം. ഏകദേശം 37 വയസ്സ് തുടങ്ങിയിട്ട് അയാൾ ഇത്തരത്തിലുള്ള ക്രൂരതകളൊക്കെ ആ പെൺകുട്ടിയോട് ചെയ്യുന്നതാണ്. അതിനുശേഷം 46 വയസ്സിലാണ് അയാളെയും അയാളുടെ ഭാര്യയെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഡയറിയും കാര്യങ്ങളും ആ പെൺകുട്ടിയുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഇപ്പോൾ കാണാനുമില്ല. അപ്പോൾ ഇയാളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഭവിച്ചതാണ്, താൻ ആ പെൺകുട്ടി ഇത്രയും വർഷങ്ങളായിട്ട് റേപ്പ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് അയാൾ സമ്മതിക്കുകയാണ്. എന്നാൽ ആ എൻക്വയറിയിൽ അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. ഇതൊക്കെ സത്യം തന്നെ, എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടിയെ കാണാതായതും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ പെൺകുട്ടി എന്താണ് സംഭവിച്ചത്, അതുപോലെ തന്നെ എങ്ങോട്ടാണ് പോയത് എന്നുള്ളതൊന്നും തന്നെ എനിക്കറിയില്ല എന്നുള്ളത് അയാൾ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്, ഫോൺ നമ്പർ ട്രാക്ക് ചെയ്യാണ്. അപ്പോൾ ലാസ്റ്റ് സിഗ്നലും കാര്യങ്ങളൊക്കെ ഉത്തർപ്രദേശിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ നിന്നൊരു ടീം പോലീസുകാർ UP-യിലോട്ട് പോവുകയാണ്. അവിടെയുള്ള പോലീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം ഈ പോലീസുകാർ ഈ പെൺകുട്ടിയോട് ചോദിച്ചു എങ്ങനെയാണ് അങ്ങോട്ട് എത്തിയത്, ആരുടെ കൂടെയാണ് പോയത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ മറുപടി കേട്ടിട്ട് അവരാകപ്പാടെ വീണ്ടും ഷോക്കായി പോവുകയായിരുന്നു. അതായത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയുടെ കസിനെ കോൺടാക്ട് ചെയ്തതായിരുന്നു. അങ്ങനെ ആ ഒരു കോൺടാക്റ്റിൽ നിന്നും അവർ തമ്മിലൊരു റിലേഷൻഷിപ്പിലോട്ട് ഉണ്ടാവുകയാണ്. 19 വയസ്സായിരുന്നു കേട്ടോ ആ ടൈമിൽ ആ പയ്യൻ്റെ പ്രായം. അപ്പോൾ ഈ പയ്യൻ്റെ അച്ഛൻ, അതായത് ഈ പെൺകുട്ടിയുടെ അങ്കിള്, ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പെൺകുട്ടിയെ ആരും അറിയാതെ ഉത്തർപ്രദേശിലോട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടായത്.
പോലീസുകാരങ്ങനെ നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ അങ്കിളിനെയും അതുപോലെ തന്നെ അയാളുടെ മകനെയും പോലീസുകാർ കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് അവരുടെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശവും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർക്ക് മനസ്സിലാകുന്നത്. കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിലോട്ട് കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയുടെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടാനായിരുന്നു ആ അങ്കിളിൻ്റെ പ്ലാൻ. അങ്ങനെ അത് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ അയാളെ ജയിലിൽ അടക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ആ നൈബറിനെയും ആളുടെ വൈഫിനെയും പോലീസുകാർ ഇതേപോലെ തന്നെ ജയിലിൽ അടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2024 സെപ്റ്റംബറിൽ ഇവർ ബെയിലിന് അപ്ലൈ ചെയ്യുകയാണ്, ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഈ ഒരു കേസ് കണ്ട ജഡ്ജ് പറഞ്ഞു, ഇത്തരത്തിൽ ചെറിയൊരു പെൺകുട്ടിയെ ടോർച്ചർ ചെയ്ത ഇവൻ സമൂഹത്തിന് തന്നെ ഒരു ആപത്താണ്, അതുകൊണ്ട് പുറത്ത് വിടാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അതായത് അയാളുടെ ബെയിൽ റിജക്റ്റ് ചെയ്യുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ അയാളുടെ ഭാര്യയും ബെയിലിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവർക്ക് ബെയിൽ ലഭിക്കുന്നൊരു സിറ്റുവേഷനുമാണ് ഉണ്ടായത്. ബാക്കിയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പെൺകുട്ടിയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ പെൺകുട്ടി റിക്കവറായി വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കേസിൽ സംഭവിച്ചത്. എന്തൊക്കെയാണല്ലേ ഈ ഒരു ലോകത്ത് നടക്കുന്നത്? വെറും 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ്, അതായത് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരാൾ ഏകദേശം 8 വർഷക്കാലത്തോളം റേപ്പ് ചെയ്തത്. വീട്ടുകാരറിഞ്ഞിട്ട് വരെ, അതായത് ആ പെൺകുട്ടിക്ക് ബോധം വെച്ച പ്രായത്തിൽ ആ പെൺകുട്ടി അമ്മയോട് പറഞ്ഞു, തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള അയാൾ എന്നെ ഇങ്ങനെയൊക്കെ അക്രമങ്ങൾ കാണിക്കുന്നുണ്ടെന്നുള്ളത്. എന്നിട്ടും ആ സ്ത്രീക്ക് പോലീസിലൊന്ന് പോകാനോ ഇല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാനോ അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും ഷെയർ ചെയ്യാനോ ഒന്നും തോന്നിയില്ല. അയാൾ കൊല്ലുമോ എന്നുള്ളൊരു പേടിയായിരുന്നു അവർക്കും ഉണ്ടായത്. അവസാനം എന്ത് ചെയ്യുന്ന അറിയാതെയാണ് ആ പെൺകുട്ടി തൻ്റെ കസിനെ കോൺടാക്ട് ചെയ്തത്. അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായി. നേരെ ആ പെൺകുട്ടി ഉത്തർപ്രദേശിലോട്ട് കടത്തിയിട്ട് ഇവരുടെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനായിരുന്നു അങ്കിളിൻ്റെ പ്ലാൻ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ ആ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് എങ്ങനെയൊക്കെ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതായിരുന്നു ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റജിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.